റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറെ പ്രിയപ്പെട്ട ഒരു സ്വഹാബിയാണ് മാഇസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. അദ്ദേഹം അസ്ലം ഗോത്രത്തിൽപ്പെട്ട പ്രമുഖനായ സ്വഹാബിയാണ്. അദ്ദേഹം ഒരിക്കൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വരുന്നുണ്ട്. വല്ലാതെ പ്രയാസപ്പെടുന്ന ഒരവസ്ഥയിലാണ് അദ്ദേഹം വരുന്നത്. ചെയ്തു പോയ ഏതോ ഒരു തെറ്റ് അദ്ദേഹത്തിന്റെ ഹൃദയത്തെ വല്ലാതെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹം പ്രവാചകന്റെ അരികിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ത്വഹിരിനി, അള്ളാഹുവിന്റെ റസൂലെ എന്നെയൊന്ന് ശുദ്ധീകരിക്കണം, റസൂലെ എന്നെയൊന്ന് കഴുകി വൃത്തിയാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൈഹക് ഇർജ, മാഇസേ നീ തിരിച്ചു പോ, വസ്തഗ്ഫിരില്ലാഹ വതുബ് ഇലൈഹി, നീ ഇസ്തിഗ്ഫാർ നടത്ത്, നീ അള്ളാഹുവിനോട് തൗബ ചോദിക്കും. അപ്പൊ അദ്ദേഹം കുറച്ചിങ്ങനെ ദൂരത്തേക്ക് നടന്നു പോയിട്ട് റസൂലിന്റെ അരികിലേക്ക് തിരിച്ചു വന്നു. എന്നിട്ട് വീണ്ടും അതേ ചോദ്യം, യാ റസൂലല്ലാഹ് ത്വഹിരിനി, അള്ളാഹുവിന്റെ റസൂലെ എന്നെയൊന്ന് ശുദ്ധീകരിക്കണം. റസൂലുള്ളാഹി അതേ മറുപടി, വൈഹക് ഇർജ വസ്തഗ്ഫിരില്ലാഹ വതുബ് ഇലൈഹി, മാഇസേ നീ തിരിച്ചു പോ, നീ അള്ളാഹുവിനോട് പാപമോചനം ചോദിക്ക്, അവനോട് തൗബ ചെയ്യ്. ചെയ്തു പോയ തെറ്റിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണം, ശിക്ഷ നടപ്പിലാക്കണം എന്നാണ് സ്വഹാബി ആവശ്യപ്പെടുന്നത്. അദ്ദേഹം വീണ്ടും നടന്നുപോയി, വീണ്ടും പ്രവാചകന്റെ അരികിലേക്ക് വന്നു. 3 തവണ ഇത് ആവർത്തിച്ചപ്പോൾ 4ാം തവണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഫീമ ഉത്വഹിറുക്, മാഇസേ എന്തിൽ നിന്നാണ് നിന്നെ ശുദ്ധിയാക്കേണ്ടത്? ഇത്ര തവണ തിരിച്ചയച്ചിട്ടും തിരിച്ചു പോകാത്ത മാഇസ്, നിന്റെ ഹൃദയത്തെ ഇത്രയധികം വേട്ടയാടുന്ന എന്ത് തെറ്റാണ് മാഇസ്? ഫീമ ഉത്വഹിറുക്, എന്തിൽ നിന്നാണ് നിന്നെ ഞാൻ ശുദ്ധീകരിക്കേണ്ടത്? അദ്ദേഹം പറഞ്ഞു, മിനസ്സിന, റസൂലെ വ്യഭിചരിച്ചു പോയി. എൻ്റെ റബ്ബിന് ഇഷ്ടമില്ലാത്ത ഒരു ബന്ധം ഒരു അന്യ സ്ത്രീയുമായി സംഭവിച്ചു, അതുകൊണ്ട് എറിഞ്ഞു കൊല്ലണം എന്നാണ് മഹാനായ സ്വഹാബി വന്ന് ആവശ്യപ്പെടുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് ചോദിച്ചു, അബിഹി ജുനൂൻ, മാഇസിന് ഭ്രാന്ത് ബാധിച്ചിട്ടുണ്ടോ? മാനസിക നില തെറ്റി അങ്ങനെ ഒരു സംസാരമാണോ? സ്വഹാബത്ത് പറഞ്ഞു, അന്നഹു ലൈസ ബിമജ്നൂൻ, അല്ല റസൂലെ, മാഇസിന് ഭ്രാന്ത് ബാധിച്ചിട്ടില്ല. അശരിബ ഖംറ, സ്വഹാബ മാഇസ് മദ്യപിച്ചിട്ടുണ്ടോ? മദ്യപിച്ച് ബോധമില്ലാത്ത സംസാരമാണോ? ഒരു സ്വഹാബി ഇങ്ങനെ മണത്തു നോക്കിയിട്ട് പറഞ്ഞു, ആ രൂപത്തിലുള്ള ഗന്ധമൊന്നും മാഇസിൽ നിന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദ്യം ആവർത്തിച്ചു, അസ്നൈത്, മാഇസേ നീ വ്യഭിചരിച്ചോ? എന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു പിഞ്ചു കുഞ്ഞിനെ പോലെ വിതുമ്പുന്ന മാഇസ്, അസ്നൈത്, നീ വ്യഭിചരിച്ചോ മാഇസ്? നഅം യാ റസൂലല്ലാഹ്, അതെ റസൂലേ വ്യഭിചരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് ഒരു കുഴി കുഴിക്കാൻ പറയുകയും മാഇസ് റളിയല്ലാഹു അൻഹുവിനെ അതിലേക്ക് ഇറക്കി നിർത്തുകയും കല്ലെറിഞ്ഞുകൊണ്ട് സ്വഹാബത്ത് ശിക്ഷ നടപ്പിലാക്കുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ഈ മാഇസ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം വായിക്കുമ്പോൾ അദ്ദേഹം ഒരു തെറ്റ് ചെയ്യുന്നത് 4 ആൾ കണ്ടപ്പോൾ ഒച്ചമ്പലുണ്ടാക്കി റസൂലിന്റെ അരികിലേക്ക് വന്നതോ, അല്ലെങ്കിൽ പോലീസും പട്ടാളവും പിടിച്ച് ഇങ്ങനൊരു രക്ഷയില്ല, പ്രവാചകന്റെ അരികിലേക്ക് ചെല്ലാം എന്ന് പറഞ്ഞു വന്നതോ അല്ലല്ലോ. ആരും അറിയാതെ ചെയ്ത ഒരു തെറ്റ്, ഇനി മാലോകരോട് പറഞ്ഞിട്ടില്ല എങ്കിൽ ആരും അറിയാനും പോകാത്ത ഒരു തെറ്റ്. പക്ഷെ ഈ തെറ്റ് പൊറുക്കപ്പെടാതെയാണ്, ഈ തെറ്റ് എന്റെ റബ്ബ് എനിക്ക് പൊറുത്തു തരാതെയാണ് ഞാൻ മരണപ്പെട്ടു പോകുന്നത് എങ്കിൽ എന്റെ മരണാനന്തര ജീവിതം, റബ്ബിന്റെ മുന്നിൽ എന്റെ നൃത്തം, അത് ഭീകരമായിരിക്കുമല്ലോ എന്നോർത്തപ്പോൾ റസൂലുള്ളാഹിയുടെ അരികിൽ വന്നുകൊണ്ട് മാഇസ് റളിയല്ലാഹു അൻഹു ശിക്ഷ ഏറ്റുവാങ്ങുകയാണ്. സ്വഹാബത്ത് 2 രൂപത്തിലാണ് സംസാരം. ചില സ്വഹാബത്ത് പറഞ്ഞു, ലഖദ് ഹലക്, മാഇസ് നശിച്ചു. നമ്മുടെ കൂടെ നിസ്കരിക്കുന്ന, നോമ്പ് നോൽക്കുന്ന മാഇസിന്റെ കഥയാണോ ഇത്? എന്ത് വലിയ തിന്മയാണ് മാഇസ് ചെയ്തത്, മാഇസ് നശിച്ചുപോയി. ചില സ്വഹാബത്ത് പറഞ്ഞു, എത്ര ഉന്നതമാണ് മാഇസിന്റെ തൗബ. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോടായി ഒന്നും പറഞ്ഞില്ല. 2-3 ദിവസങ്ങൾക്ക് ശേഷം സ്വഹാബത്തിന്റെ അരികിലേക്ക് വന്നുകൊണ്ട് റസൂലുള്ളാഹി പറയാണ്, ഇസ്തഗ്ഫിറൂ ലിമാഇസ് ഇബ്നു മാലിക്,
സഹാബ, മാഇസിന് വേണ്ടി നിങ്ങളൊന്ന് ഇസ്തിഗ്ഫാർ നടത്തും. നിങ്ങളുടെ സഹോദരൻ മാഇസിന് വേണ്ടി ഒന്ന് ഇസ്തിഗ്ഫാർ നടത്തു സഹാബ. സഹാബത്ത് ഒന്നടങ്കം പ്രാർത്ഥിച്ചു, ഗഫറല്ലാഹു ലിമാഇസ് ഇബ്നു മാലിക്, അല്ലാഹുവേ മാഇസിന് നീ പുറത്തു കൊടുക്കണമേ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഖദ് താബ തൗബതൻ, സഹാബ മാഇസ് ഒരു തൗബ ചെയ്തിട്ടുണ്ട്. മാഇസിന്റെ തൗബയുടെ വലിപ്പം നിങ്ങൾ അറിഞ്ഞോ? ലഖദ് താബ തൗബതൻ, മാഇസ് ഒരു തൗബ ചെയ്തിട്ടുണ്ട്. ലൗ ഖുസിമത് ബൈന ഉമ്മത്തിൻ, ഈ ഉമ്മത്തിലെ മുഴുവൻ ആളുകൾക്ക് അത് വീതിച്ചു കൊടുത്താലും ലവസിഅതുഹും, അത് വിശാലമാണ് സഹാബ. ഈ സമുദായത്തിലെ കോടിക്കണക്കിന് ആളുകൾ ചെയ്ത തിന്മ, ആ തിന്മകൾക്ക് പകരമായി മാഇസിന്റെ തൗബ മാത്രമാണ് എടുക്കുന്നത് എങ്കിലും അവരുടെ മുഴുവൻ പാപങ്ങൾ പൊറുത്തു കൊടുത്താലും ആ തൗബ ബാക്കിയാണ്. സുബ്ഹാനല്ലാഹ്, അത്രയും ഉന്നതമായ തൗബയാണ് സഹാബ മാഇസ് നിർവഹിച്ചിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാഇസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചിട്ടില്ല, മാഇസെ വ്യഭിചരിച്ചാൽ ഒരു പെണ്ണുണ്ടാവുമല്ലോ, അവളാരാ? റസൂലുള്ളാഹി ചോദിച്ചിട്ടില്ല. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഗാമിദിയ ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീ പ്രവാചകന്റെ അരികിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പ്രവാചകനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ത്വഹിരിനി, അള്ളാഹുവിന്റെ റസൂലെ എന്നെയും ശുദ്ധിയാക്കണം. ഒരു പോലീസും പട്ടാളവും അവരുടെ വീട്ടിലേക്ക് തിരഞ്ഞു ചെന്നിട്ടില്ല. ഹിജാസിൽ, സൗദി അറേബ്യയിൽ ഇന്നും തലയെടുപ്പോടെ നിൽക്കുന്ന ഗോത്രമാണ് ഗാമിദിയ ഗോത്രം. ആ ഗോത്രത്തിൽപ്പെട്ട സ്ത്രീ വന്നുകൊണ്ട് പറയാണ്, റസൂലെ എന്നെയും ശുദ്ധീകരിക്കണം. പ്രവാചകൻ മാഇസിനോട് പറഞ്ഞ അതേ മറുപടി, പെണ്ണെ തിരിച്ചു പോ, ഇസ്തിഗ്ഫാർ നടത്ത്, തൗബ ചെയ്ത് മടങ്ങ്. ആ പെണ്ണിന്റെ മറുപടി, അറാക തുരീദു അൻ തുറദ്ദിദനി കമാ റദ്ദത്ത മാഇസ് ഇബ്നു മാലിക്. റസൂലെ, മാഇസിനെ തിരിച്ചയച്ചതുപോലെ ഞാൻ തിരിച്ചു പോകുമെന്നാണോ വിചാരിച്ചത്? റസൂൽ തിരിച്ചു പോകാൻ പറഞ്ഞപ്പോ മാഇസ് റളിയല്ലാഹു അൻഹു കുറച്ച് തിരിച്ചു നടന്നല്ലോ, അതുപോലെ ഞാൻ തിരിഞ്ഞു നടക്കുമെന്നാണോ വിചാരിച്ചത്? ഇന്നഹാ ഹുബിലാ മിനസ്സിന, വ്യഭിചാരത്തിനുള്ള തെളിവുമായിട്ടാണ് ഞാൻ വന്നത്. വ്യഭിചാരത്തിലൂടെയുള്ള കുഞ്ഞ് എന്റെ വയറിൽ പിറക്കുന്നുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു, നീ തിരിച്ചു പോ, ഹത്താ വലത്തി, പ്രസവം കഴിയുന്നത് വരെ നീ കാത്തിരിക്കും. 9 മാസത്തെ അല്ലെങ്കിൽ 10 മാസത്തെ ഒരു കാലാവധി. ആ പെണ്ണ് തിരിച്ചുപോയി. എന്നിട്ട് തന്റെ ചോരപ്പൈതലിനെ ഒരു ചെറിയ തുണിയിലാക്കി പ്രസവം കഴിഞ്ഞ് ആ കുഞ്ഞുമായി പ്രവാചകന്റെ അരികിലേക്ക് വന്നു. എന്ന് റസൂലുള്ളാഹിയോട് പറഞ്ഞു, ഇനി ശിക്ഷ നടപ്പിലാക്കണം. റസൂലുള്ളാഹി പറഞ്ഞു, ഇർജിഇ, നീ തിരിച്ചുപോ, ഹത്താ തഫ്തിമീ, എന്നിട്ട് മുലകുടി പ്രായം കഴിഞ്ഞാൽ നീ തിരിച്ചു വാ. 2 വർഷത്തെ 24 മാസത്തെ ഒരു ദൈർഘ്യമേറിയ കാലാവധി. നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം, നമ്മളൊരു തെറ്റ് ചെയ്താൽ എത്ര വലിയ തെറ്റാണ് എങ്കിലും ഒരാഴ്ച, 2 ആഴ്ച, 1 മാസം അതിൻ്റെ ഖേദം നമ്മുടെ ഹൃദയത്തിലുണ്ടാവും. പിന്നെ നമുക്കിങ്ങനെ തോന്നും, ഇതൊക്കെ ഇപ്പോൾ വലിയ തെറ്റാണോ? ഇതൊക്കെ ഇപ്പോൾ എല്ലാവരും ചെയ്യണ തെറ്റല്ലേ? ഞാൻ നിസ്കരിക്കണ്ടല്ലോ, ഞാൻ സ്വതക്ക കൊടുക്കണ്ടല്ലോ, ഞാൻ ദിക്റുണ്ട്, അതുകൊണ്ടൊക്കെ ഇതൊക്കെ പുറത്തേരില്ലേ? ഒരു തെറ്റ് പൊറുക്കാനും മറക്കാനും പര്യാപ്തമായ കാലഘട്ടം 2 വർഷം. ആ പെണ്ണ് തിരിച്ചു നടന്നു. 2 വർഷങ്ങൾക്ക് ശേഷം തൻ്റെ കുഞ്ഞിൻ്റെ കയ്യിൽ ഒരു റൊട്ടി കഷ്ണവും നൽകി അവൾ പ്രവാചകന്റെ അരികിലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, ഹദാ യാ നബിയല്ലാഹ്, പ്രവാചകരെ, വഖദ് അക്കല ത്വആം, ദാ കുഞ്ഞ് ഭക്ഷണം കഴിക്കാനുള്ള പ്രായം എത്തിയിട്ടുണ്ട്, ഇനി ശിക്ഷ നടപ്പിലാക്കണം റസൂലേ. സ്വഹാബത്ത് കുഴി കുഴിക്കുകയും മഹദി അതിലേക്ക് ഇറങ്ങി നിൽക്കും, കല്ലെറിഞ്ഞുകൊണ്ട് ശിക്ഷ നടപ്പിലാക്കുകയും ചെയ്തു. കല്ലെറിഞ്ഞ് ശിക്ഷ നടപ്പിലാക്കുമ്പോൾ ഒരു തുള്ളി രക്തം ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിലേക്ക് തെറിച്ചു. അദ്ദേഹം ഒരു മോശപ്പെട്ട രൂപത്തിൽ, ഒരു വ്യഭിചാരിണിയുടെ രക്തമാണല്ലോ, ഒരു മോശപ്പെട്ട രൂപത്തിൽ സംസാരിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മഹ്ലൻ യാ ഖാലിദ്, ഖാലിദ് നീ അങ്ങനെ പറയരുത്, നീ അങ്ങനെ പറയരുത് ഖാലിദ്. ലഖദ് താബത് തൗബതൻ, അവളൊരു തൗബ ചെയ്തിട്ടുണ്ട് ഖാലിദ്. ലൗ താബഹാ സാഹിബു മുക്സിൻ, ഒരു കൂമ്പാരക്കണക്കിന് തിന്മകൾ ചെയ്ത മനുഷ്യനാണ് അവൾ തൗബ ചെയ്തത് എങ്കിലും ലഹുഫിറ ലഹ്, അല്ലാഹു അത് മുഴുവൻ പൊറുത്തു കൊടുക്കുമാറ്
ഉന്നതമായ തൗബയാണ് ഖാലിദ് ആ പെണ്ണ് നിർവഹിച്ചിട്ടുള്ളത്. പ്രിയമുള്ളവരെ, ഇതാണ് തൗബ. ഈ ഒരു മനസ്സാണ് ഈ റമളാനിൽ നാം നേടിയെടുക്കേണ്ടത്. നിസ്കാരത്തിന് ശേഷം 3 തവണ അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയലല്ല തൗബ. അല്ലെങ്കിൽ ഉസ്താദ് ഇങ്ങനെ എല്ലാവരും കൂട്ടി മൈതാനത്തൊക്കെ ഉസ്താദ് ഇങ്ങനെ മൈക്കയിൽ പ്രാർത്ഥിക്കുക, നമ്മളിങ്ങനെ ആമീൻ പറയാ, അതല്ല തൗബ. തൗബ എന്ന് പറഞ്ഞാൽ മാഇസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. തൗബ എന്ന് പറഞ്ഞാൽ ചെയ്തു പോയ പാപങ്ങളെ കുറിച്ചുള്ള ഖേദമാണ്. ചെയ്തു പോയ പാപങ്ങൾ ഹൃദയത്തെ അസ്വസ്ഥമാക്കലാണ് തൗബ. ചെയ്തു പോയ പാപങ്ങൾ അതിന്റെ ഖേദം കാരണം അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കലാണ് തൗബ. അങ്ങനെ ഒരു തൗബ ഈ റമളാനിൽ നിർവഹിക്കുവാൻ നമുക്ക് സാധിക്കണം. അതിന് നമ്മളും നമ്മളെ റബ്ബും മാത്രമാകുന്ന ഒരു സമയം ബോധപൂർവം നമ്മൾ സൃഷ്ടിക്കണം. നമ്മുടെ ഭാര്യ പോലും അറിയാത്ത, നമ്മുടെ ഭർത്താവ് പോലും അറിയാത്ത, നമ്മുടെ മക്കൾ പോലും അറിയാത്ത ഒരു സമയം ബോധപൂർവം നമ്മൾ സൃഷ്ടിച്ച് ചെയ്തു പോയ പാപങ്ങൾ അള്ളാഹുവിലേക്ക് ഏറ്റുപറഞ്ഞ് ഹൃദയത്തെ ശുദ്ധീകരിക്കുവാൻ പ്രിയമുള്ളവരെ നമുക്ക്